പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത്. പക്ഷെ നിന്റെ തലയിലാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ. എടാ, ഇയാളെത്ര പ്രശ്നമാണോ? ആ ബെസ്റ്റ്. നീ പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ. നദീര ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന്. സുരക്ഷയ്ക്ക് പോകുന്നവൻ്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ. വേറെ ആര് പോകാനാ? അല്ലെങ്കിൽ തന്നെ എവിടാ? കണ്ണൂര്. ജീവനി കൊതിയുള്ളവർ പോവോ? സാധാരണ സ്റ്റേഷനിലുള്ളവരെയോ യൂണിയനിലുള്ള പോലീസുകാരെയോ ഒക്കെയോ ഇങ്ങനെ ഗവൺമെൻറ്റായിട്ട് എടുക്കും. ക്യാമ്പിൽ നിന്നൊക്കെ വളരെ റെയറായിട്ട് എടുക്കുകയുള്ളൂ, അതും ജില്ലയ്ക്ക് പുറത്തുനിന്ന്. ആ അപ്പൊ കറക്റ്റാ. നീ ജോലിന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോ തന്നെ അവന്മാരെടുത്തു തന്നതേ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ. നല്ല ബെസ്റ്റ് പാർട്ടി അളിയാ. പാർട്ടിയുടെ കുരുവൊക്കെ പിന്നെ പൊട്ടിക്കൽ. അളിയാ, നിനക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? എടാ, തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ, അതാരുടെയാന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ. ഇവനെ പോലെ ഒരുത്തനെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരന്റെ ഗൺമാനാക്കാന്ന് പറഞ്ഞ, അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത്. നിന്നെ കൊണ്ട് പറ്റൂലളിയാ. നീ തന്നെ ആ നെറ്റ് എടുത്ത് നോക്ക്, അയാൾ ആരാണ്. ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന വാക്ക്. കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ. ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന നായപ്പം പാർട്ടി തന്നെ ഒതുക്കി. കണ്ണൂർ ഇയാൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ചു മരിക്കും. എത്ര തവണ സംഖ്യകൾ നോക്കിയാണെന്നറിയോ ഇയാളെ കൊല്ലാൻ. ഒരിക്കൽ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത്, എന്നിട്ടും തിരിച്ചു വന്നു. എൻ്റെ ചന്ദ്ര, പുള്ളിയെക്കുറിച്ച് ഈ പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ്. അതുമാത്രമല്ല, പുള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂർ ഇപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും പാർട്ടി നിന്നെ അയച്ചത്. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ. ഡാ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അളിയ നദീറെ, നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും. എന്തെങ്കിലും ചെയ്. കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്. ഒന്ന് ഊരിക്കൊടുക്ക. അമ്മയും പെങ്ങളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. അതെ. അവരെ ഒറ്റയ്ക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. നീ സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് മരിക്കുമ്പോൾ സഖാവിന് 20 വയസ്സാ പ്രായം, അല്ലേ? അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു. അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ ഒഴിവ് പറഞ്ഞ് കളിക്കുന്നത്. അത് മോശമല്ലേ അയ്യപ്പദാസേ? ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം. തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും. പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും. എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, പോവുക. ഈ ഒരു കാര്യത്തിന് സഖാവ് ഇവനെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു. കൊടി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കുക, ഓടാൻ പറഞ്ഞാൽ ഓടുക, ചാവാൻ പറഞ്ഞാൽ ചാവുക. അനുസരണാശീലം, അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തനം അത്യാവശ്യം വേണ്ട ഒന്നാണ്. ഇല്ലേൽ അനുസരിപ്പിക്കേണ്ടി വരും. അത് വേണ്ടല്ലോ. എടുക്കൻ എന്നാ പിടിച്ചോ, പൊക്കോ. അളിയ ദാസേ, നിനക്കെന്നോടൊന്നും തോന്നരുത്. ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, നിനക്കറിയാലോ. നീ വിട്ടോ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. നിന്നെ ഞാൻ വിളിച്ചോളാം കേട്ടോ.
കേറി ഇങ്ങനത്തെ പന്തം കണ്ട പെരിച്ചാനെ പോലെ നോക്കിട്ട് കേറുന്നു. പാനൂർ സുനീഷ്. ആ നിങ്ങളെ മറ്റേ ഗവൺമെന്റ് അയ്യപ്പദാസ് അല്ലേ? കേറി. പേരും ജാതകം നഷ്ടമല്ലോ നോക്കിയിട്ട് കേരും. നിങ്ങൾ കണ്ണൂർ ആദ്യമായിട്ടല്ലേ? ആ, അതെ. നിങ്ങളെ പേടിച്ചിട്ടില്ല നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതെ, ചേട്ടൻ എന്താ പരിപാടി? എനിക്ക് വർക്ക്ഷോപ്പാ, നല്ല പണിയാന്ന്. ആ. ഞാൻ തുറക്കലും ഇല്ല പോക്കും ഇല്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. അതാ 365 ദിവസം ഹർത്താലല്ലേ. പോലീസുകാർക്ക് നല്ല വർക്കാ. പേടിയുണ്ടെങ്കിൽ ചെറുതായിട്ട്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. നല്ല സ്ഥലം ഇത്. പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലൂ, അങ്ങനെ നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ. നല്ല സ്ഥല, ജീവിക്കാൻ നല്ല സുഖ. പറഞ്ഞു തീർക്കില്ല, കോലിക്കളി തുടങ്ങിയല്ലോ. നിക്ക് നിക്ക്, കാര്യമായിട്ട് എന്താ പ്രശ്നം ഉണ്ടല്ലോ. എന്റെ അമ്മ, ഇത് നമ്മളെ ആൾക്കാരല്ലല്ലോ. കുഴപ്പാ ഒരാൾക്കുള്ള സംഗീതമാണല്ലോ മോനെ. വിട്ടളയാ നല്ല സമയട്ടോ നിങ്ങള്. അവരെ കൈമാറ്റം കിട്ടിയിട്ടില്ല. ഭ്രാന്തനായി കടിച്ചു പറിച്ച പോലെ ആയിക്കളി. എനിക്കിഷ്ടല്ല അയച്ചുള്ള വല്ലാണ്ട് അടിക്കുമെന്ന്. അയറ്റിലെ കൊണ്ട് വലിയ ശല്യ. കണ്ണൂർ എപ്പം കുഴപ്പമുണ്ടാക്കുന്ന ഇവരെന്നെയാ. ഇനി നമ്മളെ സ്ഥലം ഒന്നും പേടിക്കാനില്ല. കണ്ട അതിനൊരു ബോർഡ് കണ്ട. എനിക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടാ. അത് നിങ്ങൾ ഉള്ളതുകൊണ്ടാന്നില്ല, ഞാൻ അവിടെ ഒരു കുഴപ്പമാക്കി വരും. നിങ്ങൾ തടി കുറച്ച് കുറക്കണം കേട്ടാ. കംപ്ലീറ്റ് വണ്ടി എടുത്തോട്ടെ വന്നു. അല്ല വേണ്ട, 2 ദിവസം കൊണ്ട് മെലിഞ്ഞോളൂ. അല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? ഈടെ പ്രശ്ന നമ്മളെ പാർട്ടി ഗ്രാമത്തിലാ. നിങ്ങളെന്നാ പറയുന്നത്? ഈടെ പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഇതാണ് പാർട്ടി നാട്, ഇതാണ് പാർട്ടി ഓഫീസ്. പന്നിയന്നൂർ മുകുന്ദൻ എന്ന സീമുഖക്കുട്ടിയുടെ നാട്. കോട്ടത്ത് കാണുന്ന സഖാവിന്റെ മൂത്തവനാ. നടുക്കത്തെ അപ്പുറത്തിലെ രക്തസാക്ഷികളാ. ഓനാള് ഉഷാറാ, നല്ലോണം പഠിക്കൂ. ഈടില്ല, തിരുവനന്തപുരത്താ. ഈടെയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയും. ഫോണി നോക്കണേ, നമ്മളെ അച്ചാച്ചന്റെ കാലത്ത് ഇല്ല. ഒരു അഗ്നിപരീക്ഷണമാണ്. ഓർക്കേണ്ട വസ്തുത ഇതൊരു കേന്ദ്രവിരുദ്ധ സമരമാണ് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, പ്രകോപനങ്ങൾ ഉണ്ടാവും. നമ്മളായിട്ട് അബദ്ധം കാട്ടണം. നമ്മളെ പെരുന്തച്ഛനാ, ബുദ്ധിജീവി. എഴുന്നേറ്റോളൂ. നല്ല കിണ്ണത്തപ്പാന്ന് എടുക്ക്. സഖാവ് ആലപ്പുഴയിലേടയാ? പുന്നപ്ര. ഓ, ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ? സഖാവ് AKG സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട്. പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ 2 മണ്ണ്, ആലപ്പുഴയും കണ്ണൂരും. നല്ലത്. സഖാവിനപ്പോൾ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ. അതോർക്ക് വരുന്ന വയ്ക്കാൻ മനസ്സിലായി. അപ്പൊ താമസമല്ല എങ്ങനെയാ? സഹകരണ ബാങ്കിലെ സുഗുണാട്ടന്റെ വീടിന്റെ മുകളിൽ എല്ലാം സെറ്റാക്കി. നന്നായി. നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അതെ. അപ്പൊ സഖാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാവട്ടെ. അതാ താക്കോലുപിടി. അപ്പോൾ കുഞ്ഞരത്തൻ മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളാണ് മൂത്ത സഖാവിൻ്റെ ഭാര്യ. നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഖാവിനെ കാത്തോളൂ കേട്ടാ. പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണം. അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സഖാവിൻ്റെ ജീവനാന്ന് വരുന്നത്. അപ്പം മറക്കണ്ട. അപ്പോൾ അതിലടിച്ചല്ല കയറിക്കോ. ഞാൻ പോവാ. ജാൽസലാം.